മലയാള സീരിയൽ രംഗത്ത് മാറ്റം കൊണ്ടുവന്ന സിറ്റ് കോമഡി സീരിയലായിരുന്നു ഉപ്പും മുളകും. അതിൽ അമ്മാവൻ്റെ റോൾ തന്മയത്വമായും സ്വാഭാവികമായും അവതരിപ്പിച്ച മുരളീധരൻ മാനിഷാദ, അതായത് മുരളീധരൻ നായർ, പ്രേക്ഷകരുടെ കയ്യടി നേടിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതൊരു വഴിത്തിരവായി മാറുകയും ചെയ്തു. ശ്രീ മുരളീധരൻ മാനിഷാദയാണ് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം സാർ. ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു മാറ്റം കൊണ്ടുവന്ന ഒരു സീരിയലായിരുന്നു ഉപ്പും മുളകും. അത് നിങ്ങളൊരു കുടുംബം പോലെ അതിനകത്ത് കഴിഞ്ഞ് സ്വതസിദ്ധമായ തമാശകൾ പറയുകയൊക്കെ ചെയ്തു. എങ്ങനെയായിരുന്നു ആ സെറ്റിലെ അനുഭവങ്ങൾ? സെറ്റിലെ അനുഭവം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കംപ്ലീറ്റ് കാണാതെ പറയുന്നൊരു സംഭവം. പ്രോമറ്റിംഗ് ഇല്ല. നമ്മൾ ഇരുന്ന് കൂട്ടായ്മയായിട്ടിരുന്ന് അത് പഠിച്ച് അത് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം നമുക്ക് എന്തുകൊണ്ട് കയ്യിൽ നിന്നിട്ട് അടിക്കാം. സന്ദർഭം ചോദിച്ച കയ്യിൽ നിന്നിട്ട് അടിക്കാം. അല്ല, ആദ്യം ഒരു കഥാതന്ത്ര തരുമോ അതോ ഡയലോഗ്സ് ഒക്കെ തരുമോ? അല്ല, അത് ഒരു ഇപ്പം തന്നെ കേശുവിന് പനി, അതാണ് കാരണം. അതിനെ പറ്റിയുള്ള ആയിരിക്കും ആ ഒരു കംപ്ലീറ്റും ഒറ്റ ഇതായിട്ട്. അപ്പം അതിൽ വരുന്ന വാക്കുകളും അല്ലെങ്കിൽ ഡയലോഗുകളും നിങ്ങളുടെ തന്നെയാണോ അതോ തിരക്കഥാകൃത്തിൻ്റെയാണോ? കഥാകൃത്തുണ്ട്, ഇല്ലെന്നില്ല, ഉണ്ട്. കഥാകൃത്തിൻ്റെയാണ്. പക്ഷേ കഥാകൃത്ത് എഴുതി വച്ചേക്കും പോലെ ആയിരിക്കില്ല ഡയലോഗുകൾ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ജനത്തിന് നല്ല രീതിയിൽ സുഖിക്കത്തക്ക രീതിയിലാണ് എഴുതും പറയും നമ്മൾ. പുള്ളി അത് ഒരു മാറ്റർ തയ്യാറാക്കി തരും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അങ്ങ് വരുന്ന എപ്പിസോഡുകളെ കൂടുതൽ ജനകീയമായി അതിൻ്റെ റേറ്റിംഗ് കൂടി എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ വരുന്ന ദിവസങ്ങളിൽ പ്രത്യേകിച്ചും അമ്മാവൻ വരുന്നു, അല്പം മദ്യപിക്കുന്നു, ആ രീതിയിലേക്കുള്ള അത് വളരെ ജനകീയമാക്കി എടുക്കാൻ എങ്ങനെ കഴിഞ്ഞു? അത് നമുക്ക് സ്വാഭാവികമായിട്ട് പണ്ടൊക്കെയാണെങ്കിൽ കഴിച്ചുകൊണ്ടിരുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ വർഷങ്ങളായി കഴിച്ചുകൊണ്ടും. ഇപ്പം പിന്നെ ഉപ്പും മുളകിലും വന്ന് 2-3 കൊല്ലം വരെ ഇങ്ങനെ കഴിക്കാറൊന്നുമില്ല. ഈ അസുഖങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ നമ്മളങ്ങ് വച്ച് കെട്ടി. അപ്പം ഈ കുടികാരന്മാർ നമ്മൾ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. റോഡിൽ കിടക്കണമുണ്ട്, അടി കൊണ്ടിട്ടു, അടിയും മാറ്റിക്കൊണ്ട് പോണവരുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതെല്ലാം ഞാൻ മനസ്സിലങ്ങ് കരുതി. ഒരു കഥാപാത്രം ഡയറക്ടർ തന്നു, അത് മനസ്സിൽ കണ്ടുകൊണ്ട് വയസ്സായ ആളുമാണ്, അതിൻ്റെ ശൈലിയിൽ ഞങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ നമ്മുടെ ഡയറക്ടർക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. അത് 3-4 ഡയറക്ടേഴ്സ് അതിൽ മാറി വന്നില്ലേ? അത് ആദ്യം ഒരു നമ്മുടെ നടിയാട് ചെറിയൊരു ഇഷ്യൂ ആയി. ആദ്യത്തെ ഡയറക്ടർ അദ്ദേഹം ഒരു 600-700 വരെ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വേറെ അങ്ങനെ 3-4 പേരായി ഡയറക്ടർ മാറി വന്നോണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ ഉദ്ദേശിക്കും പോലെ അല്ല. ഒരു ഡയറക്ടറൊന്നും പറയാം അങ്ങനെയല്ല. എല്ലാവരും വന്ന് ഇത് കണ്ട് പഠിച്ചാണ് പറഞ്ഞ് ഡയറക്ടർ ചെയ്യുന്നത്. മനസ്സിലായി. ഈ സീരിയൽ കണ്ടതിന് ശേഷം അത് ഏത് രീതി കൊണ്ടുപോകണമെന്ന് അവർ പിന്നെ നമുക്ക് ഈ രീതി പോയത് കൊണ്ട് നമുക്കറിയാം ഇന്ന രീതിയിലാണ് നമ്മളങ്ങ് ചെയ്യും. ഡയറക്ടർക്ക് വലിയ പാടൊന്നുമില്ല. അപ്പോൾ ഒരു ദിവസം നമ്മൾ എത്ര എപ്പിസോഡ് നമ്മൾ മാക്സിമം 1.5 എപ്പിസോഡ്, അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റൂല. ഇപ്പം 7 വർഷം വരെ എന്തോ ആ സീരിയൽ ഉണ്ടായിരുന്നു. അതിൽ അങ്ങ് എത്രമാത്രം എപ്പിസോഡുകളിൽ വന്നിട്ടുണ്ടെന്നാണ് ഓർമ്മ? മാക്സിമം എൻ്റെ അറിവിൽ ഒരു 100-500 അടുപ്പിച്ച് വരും. 500 എപ്പിസോഡുകളിൽ. കാരണം 2000 കഴിഞ്ഞു. 100-500 എപ്പിസോഡുകളിലുണ്ട്. എങ്ങനെയാണ്? എത്ര ദിവസം മുമ്പ് നിങ്ങളെ വിളിക്കുമായിരുന്നു? അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു? മറ്റു കാര്യങ്ങളിലൊക്കെ വെച്ച് വേറെ ജോലി ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ സീരിയലിലേക്ക് പോകാൻ വേണ്ടിയുള്ള എങ്ങനെയാണ് ഒഴിവായി മാറുന്നത്? ഇത് എൻ്റെ ഒരു കൂട്ടുകാരൻ, നമ്മുടെ ബാസി എന്ന് പറയും, ഈ ഉപ്പും മുളകിലെ ബാസി എന്ന് പറയുന്ന കഥാപാത്രം, അദ്ദേഹമാണ് എന്നെ ഇതിൽ കൊണ്ടുവരുന്നത്. കൊണ്ടുവന്നു ഇങ്ങനെ ഒരു കഥാപാത്രം ഉണ്ട്, ഇങ്ങനെ ഒരു കഥാപാത്രം എന്ന് പറഞ്ഞില്ല, ഒന്ന് അഭിനയിക്കാൻ പറഞ്ഞ അണ്ണന് ഒരു റോള് ഉണ്ടെന്ന് പറഞ്ഞു. ഈ പുള്ളിയാണെങ്കിൽ എന്തെന്നറിയാം, എഴുതി വെച്ച് വലിയ സന്യാസിയായിട്ടാണ് എഴുതി വെച്ചത്. എൻ്റെ അമ്പലങ്ങളിലൊക്കെ പോയി. അപ്പം ഡയറക്ടറുടെ ബാധ്യത ഇത് വേണ്ടടേ, നമുക്കൊരു കാര്യം ചെയ്യാം, പുള്ളിയെ ഇതിൻ്റെ ബന്ധു, ഒരു വല്യമ്മ കുത്തമ്മ മക്കളുടെ ഒരു ബന്ധുവായിട്ട് കൊടുത്തിട്ട് ശകലത്തി അടിക്കുന്ന കൂട്ടത്തിലാണ്. അങ്ങനെ ഒരു റോള് പുള്ളിക്ക് കൊടുത്താലുണ്ട്.
അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ ഒരു കഥാപാത്രം കിട്ടിയത്. ഉം, ഉം. പിന്നെ അങ്ങ് ചെയ്തു വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അങ്ങ് ഇഷ്ടപ്പെട്ടു. ആ. പിന്നെ ഞാൻ പറഞ്ഞ സീനെല്ലാം ശകലിച്ച അലുമ്പുണ്ടാക്കാതില്ല, ഉണ്ടാക്കും. അങ്ങനെ ഒരു കഥാപാത്രം. വളരെ സാധാരണക്കാരുടെ വീട്ടിലെ ഒരു അമ്മാവൻ എന്നുള്ള രീതിയിലാണ് ജനങ്ങൾ അത് ഏറ്റെടുക്കുന്നത്. കാരണം ആ. നമ്മുടെ ഈ കിടന്ന് ഈ അട്ടകാസം ആർപ്പാടമില്ല, അടിക്കുമ്പം പറയുന്ന അല്ലാതെ ബാക്കി എല്ലാ കുടുംബമായിട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കും. പക്ഷെ അതിലെ പല കാര്യങ്ങളിലും അവരെ ശിവാനിയും അല്ലെങ്കിൽ അവരെയൊക്കെ ഉപദേശിക്കുന്നതിലും അങ്ങ് അമ്മാവന് വലിയ റോളുണ്ട്. പിന്നെ കാരണം ഉപദേശിക്കുക അമ്മാവന്റെ കയ്യിരിപ്പ് വേറെയാണ്. മനസ്സിലായില്ലേ? അമ്മാവൻ ഒരു പിടിവാശിക്കാരനാണ്, എന്ത് ചെയ്യുന്നു ചെയ്യും. അങ്ങനെ ഒരു കഥാപാത്രമാണ് എനിക്ക് തന്നിട്ടുള്ളത്. അതില് ഈ വിവിധ കഥാപാത്രം ഉണ്ടായിരുന്നല്ലോ, അല്ല ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങേക്ക് കൂടുതൽ യോജിച്ചത് അല്ലെങ്കിൽ ആരുമായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് കൂടുതൽ യോജിച്ചത്? കൂടുതലൊന്നുമില്ല കോമ്പിനേഷൻ. മെയിൻ നട ബാലു. ബാലു എൻ്റെ മുറയ്ക്ക് ഒരു ചേട്ടൻ അനിയനായിട്ട് വരും. ആ കഥാപാത്രമായിട്ടാണ്. കാരണം പുള്ളി എന്തത് കയ്യിൽ നിന്ന് ഇങ്ങോട്ട് ഇട്ടടിക്കും. കാരണം പുള്ളി അതിൽ എഴുതി എത്തിക്കൊന്നും കാണൂല, പക്ഷെ കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും നമ്മൾ. അത് നല്ല രസം. നിങ്ങൾ ഈ പറയും പരസ്പരം പറയുമ്പോൾ സെറ്റുകളിൽ തന്നെ ചിരി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശരിയാണ്? സെറ്റിൽ തന്നെ ചിരി പറഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ അതിൽ എഴുതി വെച്ചേക്കണല്ലോ പറയണ്ട. കൈ നിന്ന് അടിച്ചോറിക്കും അങ്ങ് ചിരിക്കും പഠിച്ചു വരുമ്പോൾ. അങ്ങനെ ഓർമ്മയുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ടോ? അങ്ങനെ ഓർമ്മയുള്ള സിറ്റുവേഷൻ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ എനിക്ക് വേറൊരു രസം, എനിക്കിപ്പം ഭയങ്കര മറവിയാണ്. മറവി എന്ന് പറഞ്ഞാൽ പ്രായം ഒത്തിരി ആയില്ലേ, എന്തെങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞ് നോക്കി കഴിഞ്ഞ് പഠിച്ചിട്ട് കയറുമ്പോൾ അത് ടക്കുന്നൊരു ഒപ്രാളമാണ്. ഈ മറന്നു വയ്ക്കുന്നു, പെട്ടെന്ന് പറ അത് തൊടുത്തി തരണം എന്നുള്ള ഒരു ഇത്, ഒരു മറവിയാണ്. അപ്പൊ അങ്ങനെ സപ്പോർട്ടീവായിട്ട് അവര് അല്ല കൂടെ നിൽക്കുന്ന കഥാപാത്രവും അതിന് സപ്പോർട്ടർ അടിക്കും. അത് പറയാനുള്ള രീതിയിലുള്ള ഡയലോഗ് ഇങ്ങോട്ട് കിട്ടിയിരുന്നു. അപ്പോഴും എനിക്ക് കത്തും, അത് ചങ്ങടി. അങ്ങനെയൊക്കെയാണ്. ഭയങ്കര സഹകരണമാണ് നമ്മുടെ ഈ അതിനകത്തുള്ള ടീം കംപ്ലീറ്റ്. ഈ സീരിയൽ രംഗത്ത് നിന്ന് സമ്പാദിക്കാൻ വല്ലതും പറ്റിയോ? സമ്പാദിക്കാന്നുള്ളത് ഞാൻ പണ്ട് ഇപ്പോഴേ നാടകങ്ങളിലായിരുന്നല്ലോ, അതിൽ നമുക്ക് എന്ത് കിട്ടാം? ഒന്നും കിട്ടാനില്ല. ചുമ്മാ നമ്മുടെ ശരീരം കളയുക, ഇങ്ങനെ ലാഭിച്ചാൽ നടക്കുക, അത് തന്നെ. അല്ല, ഈ നാടകങ്ങൾ എന്ന് പറഞ്ഞല്ലോ, അപ്പൊ നാടക ജീവിതത്തെ കുറിച്ച് പറഞ്ഞോളൂ. എങ്ങനെയായിരുന്നു നാടകത്തിലേക്ക് വന്നത്? ഏത് സമയത്താണ് അഭിനയിച്ചു തുടങ്ങിയത്? ഞാൻ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴേ യൂത്ത് ഫെസ്റ്റിവലിൽ ഇങ്ങനെയുള്ള ഇതിലെല്ലാം ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പിന്നെ ഈ ക്ലബ്ബുകളുണ്ടല്ലോ നമ്മുടെ നാടുകളിൽ, ക്ലബ്ബുകൾ, ആ ക്ലബിന്റെ വാർഷികത്തിലൊക്കെ പോയി അഭിനയിക്കും. അങ്ങനെ അഭിനയിച്ചൊക്കെയാണ് ഈ മാനുഷാദ എന്ന പേര് വരുന്നത്. എങ്ങനെയാ? അത് ഈ മാനുഷാദ എന്നൊരു ട്രൂപ്പ് അവിടെ തുടങ്ങി. അതിൽ നമ്മുടെ എൻ്റെ ഭാരവാഹിയാർത്ഥമൊക്കെ എല്ലാം വഹിച്ച് അത് വർഷം തോറും നമ്മളെ ഈ കാർത്തിയിരുന്നാൾ തിയേറ്ററിൽ നാടകം കളിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു 5 നാടകം വർഷം തോറും കളിച്ചു നോക്കണം, വർഷത്തിൽ ഒരു നാടകം. അങ്ങനെ കളിച്ച സമയത്താണ് ഈ മാനുഷാദ എന്നുള്ളൊരു സംഘടന നമ്മൾ ഇട്ടതും എനിക്ക് മാനുഷാദ മുരളി എന്ന് പേര് വന്നു. മാനുഷാദ മുരളി എന്ന് ഇട്ടത്. അങ്ങനെ അതിൽ കൂടെ പിന്നെ ആ നാടകങ്ങളിൽ കളിച്ച് വരുമ്പോൾ തന്നെ നമ്മൾ കൂടുതൽ താല്പര്യം ഉണ്ടാവും. നമുക്ക് ഇനിയും അഭിനയിക്കണം എന്നുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും. അങ്ങനെ പല വേദികളിലും നാടകങ്ങൾ കളിക്കുക. ഇങ്ങനെ ആദ്യമായി അഭിനയിക്കുന്ന സീരിയൽ ഏതായിരുന്നു? കഥ അറിയാതെ എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ടായിരുന്നു. മറ്റേ മേഘനാഥൻ ഉണ്ടല്ലോ, നമ്മുടെ ബാലകനേരം. അതും ഈ സുരേഷ് ബാബു എന്ന് പറഞ്ഞില്ല, കണ്ണൻ ബാസി, ആ പുള്ളി എഴുതിയതാണ്. അങ്ങനെ എഴുതി എന്നെ അഭിനയിക്കാൻ വിളിച്ചോണ്ട് പോയി. എങ്ങനെയാണ് സുരേഷും ബാബു? പുള്ളി ഞാനും സുരേഷ് ബാബുവായിട്ട് കാരണം ഒരു പുള്ളി ഇടപെടുന്നില്ലേ, ഞാൻ പാങ്ങോളൂ, അത്ര വ്യത്യാസമേ ഉള്ളൂ. നമ്മളിവിടെ പോകും, വിവേകാനന്ദ ലൈബ്രറി എന്ന് പറഞ്ഞൊരു ഒരു ഇതുണ്ട് നമ്മുടെ ഇടപെടുന്നത്, അവിടെ പുള്ളി വരും, ഞാൻ വരും. അങ്ങനെ സംസാരിച്ചെടുത്താണ് പുള്ളിക്ക് മുമ്പേ നാടകം എഴുതാനും അഭിനയിക്കാൻ പുള്ളി അഭിനയിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒന്നാണ് നമ്മൾ കമ്പനി ആയത്. അങ്ങനെ കുറച്ചു കാലം നാടകങ്ങളൊക്കെ അഭിനയിച്ചതിന് ശേഷം പുള്ളി എന്തെന്നറിയാം, പുള്ളിയുടെ വഴി നോക്കി. സീരിയലാണെന്ന് എനിക്കറിയില്ലേ. പുള്ളിയുടെ വഴി നോക്കി ഞാൻ ഇതുപോലെ ജോലിക്കും വരും, നാടകത്തിന് വിളിച്ചാൽ പോവും. അങ്ങനെയുള്ളതായി. അങ്ങനെയാണ് കഥ അറിയാതെ. ആ കഥ അറിയാതെ എന്നുള്ളതാണ് ഒരു സീരിയലുണ്ട്,
നമുക്ക് ഒന്ന് ചെയ്യാം, അങ്ങനെ ഒരു റോളുണ്ട് പറഞ്ഞിട്ട് വരണം. അങ്ങനെ പോയി ചെയ്തു. ആ സീരിയല് അങ്ങനെ തുടർന്ന് പോയൊന്നുമല്ല, വഴി വെച്ച് നിന്നു. വലിയ നേട്ടമൊന്നും ഉണ്ടായില്ല. അല്ല, ഈ സീരിയലിൽ പറയുമ്പോൾ സിറ്റ് കോമഡിയാണ്. അപ്പം നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് ഒരു കോമഡി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ദൗത്യം. അപ്പം ഇതിനുവേണ്ടി മുന്നൊരുക്കങ്ങളായിട്ട് നീ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്യണം, അങ്ങനെ വല്ലതും പറഞ്ഞു പരസ്പരം പറഞ്ഞ ശേഷം ആണോ നിങ്ങൾ സെറ്റിലേക്ക് ക്യാമറയ്ക്ക് മുന്നിൽ? ഉപ്പും മുളകില് അത് നമ്മളങ്ങനെ പറയും. ഞാൻ ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ ഇങ്ങനെ അടിച്ചോളണേ പറഞ്ഞു കേട്ടാ, അടിക്കുകയാണെങ്കിൽ നീ ഇങ്ങനെ അടിച്ചോളണം പറഞ്ഞിട്ട് കൊടുക്കുന്ന അതും ഇല്ല ഇതില്ലാതായി പോകും എന്നൊക്കെ നമ്മൾ പറയും. പറഞ്ഞു. പക്ഷെ അവര് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതുപോലെ അടിച്ചു. നേരത്തെ നമ്മളൊരു ഇത് മനസ്സിൽ കാണും. പിന്നെ ചില സന്ദർഭങ്ങളിൽ അവര് പ്രതീക്ഷിക്കാതെ തന്നെ നമ്മളെ കയ്യിൽ നിന്ന് അടിച്ചങ്ങ് പോകും. മനസ്സിലായി. അവര് പ്രതീക്ഷിക്കില്ല. കയ്യിൽ നിന്ന് അടിച്ചു പോകുമ്പോൾ തന്നെ ഇനി എന്തിനു പറഞ്ഞാൽ അവനെ ഇറങ്ങൂടാ, ഇതിലല്ലേ. അപ്പൊ കൗണ്ടർ എങ്ങനെ വരും? കൗണ്ടർ അതിന്റെ രീതിയിൽ ഒരു ഹാസ്യ രൂപത്തിൽ തിരിച്ച് അങ്ങനെ ഉള്ള സിറ്റുവേഷൻ, അതിന്റെ സിറ്റുവേഷനാണ് മെയിൻ നമ്മൾ എടുക്കുന്നത്. സിറ്റുവേഷൻ നോക്കി നമ്മൾ ചെയ്യും. അങ്ങ് എന്താണ് അതിന്റെ വിജയത്തിന്റെ കാരണമായിട്ട് കാണുന്നത്? എന്താണ് വിജയമായിട്ട് കാണുന്ന പറഞ്ഞാൽ ഒറിജിനാലിറ്റിയാണ് സംഭവം. അതിനകത്ത് അഭിനയിക്കുന്നവരാരും അഭിനയിക്കുന്നു എന്ന് പറയില്ല, ചെയ്യുന്നവരെ അഭിനയം അങ്ങനെ ഇങ്ങനെ ഒരു ശങ്കരണ്ണൻ എന്നൊരു കഥാപാത്രം എനിക്ക് തോന്നുന്നു. ശങ്കരൻ എൻ്റെ കുടുംബത്തിൽ വന്ന് അങ്ങനെ മന്തി വെച്ചിട്ട് അന്വേഷിച്ച് അങ്ങനെ ഒരു കഥാപാത്രമാണ്. അങ്ങനെയൊക്കെ ഒരു ഭാര്യയും ഒരു മോളും ഒരു മോനും ഒരു മരുമോനും ഉണ്ട്. അങ്ങനെയുള്ള രീതിയിൽ അപ്പം അങ്ങനെയൊക്കെ കൊണ്ട് വയസ്സായി പിന്നെ അങ്ങോട്ട് ധനം കൊടുക്കാനുള്ള ഇതില്ല, വകുപ്പില്ല. ഇങ്ങനെ ബാലുവിൻ്റെ ഒരു ആശ്രയത്തിൻ്റെ പുറത്ത് കൂടെ വരിക, പൈസ വാങ്ങിക്കുക, അങ്ങനെ പോകുന്നു. അങ്ങനെയൊക്കെ ബാലുവിൻ്റെ വരുമ്പോൾ ഭയങ്കര സന്തോഷം പോലെ കാണിക്കാമല്ലോ എന്നുള്ള സന്തോഷമാണ്. അങ്ങനെയുള്ള രീതിയിലാണ് ആ കഥാപാത്രം പോണത്. പക്ഷെ അത് നമ്മൾ ചെയ്യുമ്പോൾ തന്മയത്വമായിട്ട് നമ്മൾ ആ രീതിയിലായി ആകുമ്പോഴത്തേക്ക് ജനത്തിന് കാണികൾക്ക് അത് ഒറിജിനാലിറ്റി ആയിട്ട് തോന്നും. നമ്മൾ അഭിനയിക്കുകയല്ലേ, അങ്ങ് യഥാർത്ഥമായിട്ട് വന്നു പോണതാണ്. അതെ അതെ അതെ. പക്ഷേ ഇത് വളരെ വിജയമായിരുന്നപ്പോൾ തന്നെ പ്രതിസന്ധികളും ഓരോ ദിവസവും ഇങ്ങനെ വന്നിരുന്നല്ലോ. ആദ്യം മുടിയൻ പോകുന്നത് അങ്ങനെയൊക്കെ. അപ്പം അതൊക്കെ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കും? വിഷമമുണ്ട്. കാരണം മുടിയന് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നല്ലൊരു പയ്യനാ, അവനെ പറഞ്ഞു നമുക്ക് പ്രയാസം ആളെ തന്നെ പറയാനേ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടേതായ വോയിസ് ഇല്ലായിരുന്നു? വോയിസ് ഇല്ല, നമുക്കതിൽ വോയിസ് ഇല്ല, എല്ലാം ചാനലാണല്ലോ. എന്തായിരിക്കും മുടിയനും അവിടെ ചാനലുമായിട്ടുള്ള എന്തോ ചെറിയൊരു പ്രശ്നത്തിലാണെന്നാണ് തോന്നുന്നത്. എങ്കിലും ഈ സിനിമയുടെ ക്ലൈമാക്സ് എന്നത് പറഞ്ഞല്ല, ഈ സീരിയലിൻ്റെ ക്ലൈമാക്സും ഒരുപക്ഷെ എല്ലാവരും പരസ്പരം പിണങ്ങിപ്പിരിയേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നു. അത് അങ്ങനെ ഭയങ്കര വിഷമമുണ്ടായി. അത് ഭയങ്കര വിഷമം തന്നെ. കാരണം നല്ലൊരു പരിപാടിയെ കൊണ്ട് ഇങ്ങനെ തുലച്ചല്ലോ എന്നുള്ളൊരു പ്രയാസമുണ്ട്. കാരണം ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പം നടക്കുന്ന നമ്മുടെ കേശുവിനെ വെച്ച് ആണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ നമ്മളെ പോലെ ആൾക്കാരൊന്നും അതിൽ ഇല്ല. അല്ല, അങ്ങ് ഇപ്പം വന്ന ഈ മൂന്നാമത്തെ ബദലെല്ലാം ഉണ്ടായിരുന്നു, കുറച്ച് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ക്രമേണ കൊണ്ട് അതും വിളിയില്ല. കാരണം അതിൻ്റെ അവൻ കഥാകൃത്ത് ബാസി തന്നെ എഴുതുന്നെങ്കിൽ പല രീതിയിൽ തോന്നുമായിരിക്കും പിന്നെ വേണ്ട എന്നുള്ള രീതിയായി. അവിടെ നോക്കാൻ വലിയ പ്രയാസം. അതിലേക്ക് അങ്ങ് ഇനി വരാൻ സാധ്യതകളൊക്കെ ഉണ്ട്. എഴുതിയാൽ വരും, എഴുതിയിട്ട് വിളിച്ചാൽ വരും. നമുക്കല്ലാതെ യാതൊരു പിണക്കവും ഇല്ല. അതിൽ ഏറ്റവും അങ്ങ് പറഞ്ഞല്ലോ ബാലുവായിട്ടായിരുന്നു. ബാലുവായിട്ടാണ്. പക്ഷെ ബാലു അവിടുന്ന് ഏകദേശം വളരെ വളരെ നിരാശനായിട്ട് അവിടുന്ന് ആ സെറ്റിൽ നിന്ന് പോവേണ്ടി വന്നു എന്നുള്ളത്. കാരണം ഇതൊക്കെ അത് കാരണം വേറെ ഒന്നുമില്ല, ഇവർ തമ്മിൽ വലിയ കമ്പനി ആയിരുന്നു. ബാലു നീലും കമ്പനി ആയിരുന്നു. അവർ നല്ല ചിരിച്ചും കളിച്ചും ഒരു വീട്ടിൽ കഴിയുമ്പോൾ അങ്ങ് കഴിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഇവർ തമ്മിൽ എന്തോ ഒരു ഈഗ പ്രശ്നമുണ്ട്. കാരണം അത് ഈ പറഞ്ഞ ദിവസവും എനിക്കില്ലല്ലോ. അതെ, എനിക്ക് എന്നെ വിളിക്കുമ്പോൾ ഞാൻ പോവുക ചെയ്യുക, ഒരു 5-6 ദിവസം നിൽക്കുക വരിക, അത്ര തന്നെ. പിന്നെ വിളിക്കുന്ന ചിലപ്പോൾ അടുത്ത മാസം വരിക, അടുത്ത മാസം വരിക വിളിക്കുന്നത്. അപ്പം അങ്ങനെയാണ് സ്ഥിരം നമ്മൾ ക്യാമ്പിൽ കിടക്കുന്നില്ല. ക്യാമ്പിൽ കിടക്കുന്ന അവൻ്റെ കുടുംബം ബാലു, മീലു, കേശു, ശിവാനി, ലച്ചു ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് അവിടെ ക്യാമ്പിലുള്ളതും. അവർക്ക് സ്ഥിരമുണ്ട്, അവർക്ക് സ്ഥിരം. അല്ല, മാസത്തെ ആദ്യത്തെ 15 ദിവസമാണ്. അങ്ങനെയാണ്. അങ്ങനെ 20 ദിവസം 15 അങ്ങനെ അത് ഈ ഡയറക്ടർ പറയും പോലെ. അപ്പം അവർ ഉള്ളതുകൊണ്ട് അവർക്ക് ഇതിനകത്തുള്ള കളി എന്താണെന്നുള്ളത് ഈ പറഞ്ഞ ഞാൻ മൊയിലങ്കയുമാണ് എന്താണ് പ്രശ്നമൊന്നൊരു പിടിയില്ല. പക്ഷേ ചെറിയ നിസ്സാര കാര്യമായിരിക്കും ഇവരെ അതിനെ പിടിച്ച് ഇത്രയും വലുതാക്കി. പ്രത്യക്ഷത്തിൽ ഇപ്പം നീലുവും ബാലുവും തമ്മിൽ ഇപ്പോഴും പിണങ്ങി പിരിഞ്ഞിരിക്കുകയാണ്. രണ്ട് രീതിയിൽ രണ്ടുപേര്
വശമായിപ്പോയി. അവർ മിണ്ടുന്നില്ല, അവർ മിണ്ടത്തില്ല, എടുക്കത്തില്ല എന്നൊക്കെ അറിവ്. എങ്കിലും നേരത്തെയും ഇതിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു അമ്മായിയായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു മറ്റേ അവരും കുറച്ചു കാലം മാറി നിന്നു. അവരെ വീടുമായിട്ട് വേറൊരു വൃത്തിയായിട്ട ഒരു ഇത് ഇറങ്ങി പുള്ളിയില്ല. അപ്പൊ അതിനെപ്പറ്റി അവിടെ നമുക്കും ഒരു ഇതായിപ്പോയി. ഇത്രയും പ്രായം ചെന്ന ഒരു സ്ത്രീ ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഡയറക്ടർ പറഞ്ഞു വേണ്ട, മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ മാറ്റിയാണ്. അത് അവരാരോ ചതിച്ചതാണ്, ചതിച്ചെന്ന് തന്നെ പറയാം. ഈ നീലുവിന്റെ കല്യാണത്തിന് അങ്ങേ വിളിച്ചിരുന്നു? നീലിന്റെ മോളെ കല്യാണം ഉണ്ടായി, ഞാൻ പോയിരുന്നു. മൂത്ത മോളെ കല്യാണം. രണ്ട് കുട്ടികളാണ്, രണ്ടെണ്ണം. പോയിരുന്നു. വലിയ ഭംഗി. അന്ന് അപ്പോഴൊക്കെ നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ കഴിയുന്നതാണ്. അല്ല, അതിനുശേഷം നീലു രണ്ടാമത്തെ ഒരു വിവാഹം കഴിച്ചു എന്നൊക്കെ പറഞ്ഞു. രണ്ടാമത് വിവാഹം കഴിച്ചത് ഈ ബാലുവായിട്ട് തെറ്റിയതിന് ശേഷം. ഇവർ തമ്മിൽ ഉടക്കുമെന്നല്ലോ. അതിന് ശേഷം ആരെയാണ് കല്യാണം കഴിക്കുന്നത്? നമ്മുടെ ചാനലിലെ പ്രൊഡക്ഷൻ ചാനലിൻ്റെ പേര് പ്രൊഡക്ഷൻ കണ്ട ഒന്ന് പറഞ്ഞ ഒരാളെ വിടുമല്ലോ, നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി. ആ പുള്ളി കല്യാണം കഴിച്ചു. അവര് സ്വസ്ഥമായി കഴിയുന്നു. അവര് സ്വസ്ഥമായിട്ട് കഴിയുന്നു. നിങ്ങളുടെ സീരിയൽ അവിടെ ചെന്ന് നിന്നു. ബാലുവിനും ഇല്ല, നീലുവും വരുന്നില്ല അഭിനയിക്കും. അങ്ങ് ബാലുവായിട്ടൊക്കെ ഇപ്പം ഫോണിലൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്? ഉണ്ട്. പോലെ സിനിമാകാരും ഇതൊക്കെ സംസാരിക്കും. പക്ഷെ ഇവ കേസ് കിട്ടില്ലേ അവര് സംസാരിക്കും വിട്ടുകളാന്നാണ് പറഞ്ഞത്. എങ്കിലും എനിക്ക് തോന്നുന്നു അത് കേസ് നടക്കുകയാണെന്ന് തോന്നുന്നല്ലേ? കേസ് ആണെന്ന് തോന്നുന്നു. കേസ് നടക്കുകയായിരിക്കും. എന്തോ എനിക്ക് ഇതിനെ പറ്റി കൂടുതൽ എല്ലാം നടക്കുകയായിരിക്കും ചിലപ്പോൾ. ഈ വെളി പറഞ്ഞു കേൾക്കുന്ന ബാലുവിനോട് ഒരു ആവശ്യം ഉന്നയിച്ചു, പക്ഷെ അത് ചെവിക്കൊള്ളാത്തത് കൊണ്ടാണ് ഒരു വഴക്കിലേക്ക് പോയതെന്നുള്ളതൊക്കെ രീതിയിൽ. അതൊന്നും എനിക്കറിയില്ല. ഞാൻ അതിലോട്ടൊന്നും നമ്മൾ കിടക്കുന്നില്ല. ശരി. അവര് തമ്മിൽ നിസ്സാര കേസുകൾ ആണെന്നുള്ള അറിവ്. അവര് പണങ്ങി രണ്ടു വാക്ക്. അവര് അഭിനയിച്ച ഇദ്ദേഹം അഭിനയിക്കില്ല, അദ്ദേഹം അഭിനയിച്ച ഇദ്ദേഹം അഭിനയിക്കില്ല. അങ്ങനെയുള്ള രീതിയിലാണ്. പിന്നെ രണ്ടുപേരും വേണ്ട. ചാനൽ വെച്ചെങ്കിൽ രണ്ടുപേരും വേണ്ട. ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ ഉപ്പുമ്പളവും നിൽക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ നിന്നില്ല. പക്ഷെ വളരെ നന്നായിട്ട് പോകുന്നു. വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അങ്ങ് അതിനുശേഷം രണ്ടു സിനിമകളിലൊക്കെ അഭിനയിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. എൻ്റെ ആദ്യത്തെ സിനിമ ബാരിക്കുഴിയിലെ കൊലപാതകം എന്ന് പറയുന്ന സിനിമയാണ്. അതിലിതുപോലെ ഒരു ഗസ്റ്റ് റോൾ ഉണ്ടായിരുന്നു. തെറ്റില്ല. പക്ഷെ അത് ഈ പട്ടിയൊക്കെ കൊണ്ട് ഒക്കെ നടന്ന് അങ്ങനെ ആ തെരുവ്. പക്ഷെ മൃഗങ്ങളെ ഇതിൽ കൂടെ കാണിക്കണ ഈ ലൈസൻസ് ഇവരതൊന്നും എടുത്തില്ല. അവർക്ക് അങ്ങനെ ഒരു അബദ്ധം കുറേയൊക്കെ കട്ടിയത് അങ്ങ് പോയി. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ മുറ്റുവിൻ തുറക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചേർത്തല കായലിൻ്റെ കര അവിടെയൊക്കെ വെച്ചെടുത്തതാണ്. അത് ഇതെനിക്ക് റിലീസ് പോലും ആയിട്ടില്ല. വാഴയിൽ അഭിനയിക്കാൻ പറ്റില്ലേ? വാഴയിൽ അഭിനയിക്കാൻ പറ്റില്ല. വാഴ 2 അഭിനയിച്ചുകൊണ്ട് പിന്നെ വ്യസന സമേതം ബന്ധുമിത്രാദികൾ. അത് ഞാൻ എൻ്റെ ഷോർട്ട് ഫിലിം ചെയ്തതാണ്. 5 സഞ്ചാരി. അത് ഞാൻ ചെയ്തു. അതുകൊണ്ടാണ് നമ്മുടെ ഇതിലും അത് ഒരു തോന്നയ്ക്കലുള്ള ഒരു തോന്നയ്ക്കൽ അവരുടെ ഒരു കലാസമിതിയാണ്. കോവിഡ് കാലത്ത് അപ്പൊ അതുമായിട്ട് സഹകരിച്ചിരുന്നു. അവരുമായിട്ട് സഹകരിച്ചു. ഓക്കെ. അപ്പൊ ഈ ആ സീരിയലുകളിലും ഇതിലും തമ്മിലുള്ള വ്യത്യാസം, പ്രധാനമായി അഭിനയിക്കുമ്പോഴുള്ള വ്യത്യാസം കാണുന്നത് എന്താണ്? അത് എന്ന് പറയുമ്പോൾ പ്രോമറ്റിംഗ് ഉണ്ട്, പറഞ്ഞു തരും, നമ്മളത് കേട്ട് ആ കഥാപാത്രം ഉൾക്കൊണ്ടങ്ങ് അഭിനയിക്കാം. ഇതല്ല, ഇത് വ്യത്യാസം തന്നെയാണ്. നമ്മൾ കയറുന്നു, അതിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നു, പറ്റും. അങ്ങനെയാണ്. അപ്പം ആ പുള്ളിക്ക് അതേപോലെ അവരും നിൽക്കും, അതിന് മറുപടി പറയും. നമുക്ക് ഡയലോഗ് ഇല്ലെങ്കിൽ നമ്മൾ വിശാലമായിട്ട് പറഞ്ഞു പോകും. ഈ ഉപ്പുമുളകിന്റെ സെറ്റിലെ അവർ ഭക്ഷണമൊക്കെ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഓരോരുത്തർ വരും ഓരോ ദിവസവും, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇല്ല, അങ്ങനെ അതൊക്കെ കള്ളത്തനമാണ്. അങ്ങനെയൊന്നും കാരണം കഴിക്കാനായിട്ട് നമുക്ക് സ്നേഹപ്രകടനം അതിൽ ചിലപ്പോ വീലു ഇങ്ങനെ എന്തെങ്കിലും ആഹാരം വെച്ച് കൊണ്ടുവരുമ്പോൾ നല്ല സ്പെഷ്യലായിട്ട് എല്ലാവർക്കും തരും. അങ്ങനെ ആ സ്നേഹമാണ്. സ്വീറ്റ്സ് അതുപോലെ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നതാണ്. കുടുംബം അതല്ലേ പറഞ്ഞ കുടുംബം തന്നെ അത്. അതില് ഇനി വന്നു കഴിഞ്ഞാൽ കൂടുതൽ എല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ കൂടുതൽ ശക്തിയോടെ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ജനകീയമാകുമെന്നൊരു തോന്നൽ എപ്പോഴും പ്രതീക്ഷ ഉണ്ടോ? എപ്പോഴും
അത് ആവുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ആ, ശരിയാവത്തില്ല. ശരിയാവില്ല. കാരണം അത് ശരിയാവില്ല. അല്ല, ഇവര് അതിൽ നിന്നിരുന്നവരൊക്കെ സാമ്പത്തികമായിട്ട് വളരെ മെച്ചപ്പെട്ടു. എങ്ങനെയാണ്? ബാലു, നീലു, കേശു, ദിവാനി, ആ പിള്ളേരൊക്കെ രക്ഷപ്പെട്ടു. നമ്മളെപ്പോലെ അവരൊക്കെ സ്ഥിരമുള്ളതാണ്. മുടിയേൻ വരില്ല. നമ്മളെപ്പോലെ ഗസ്റ്റ് ആർട്ടിസ്റ്റാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ആ കഥാപാത്രം വരുന്നുള്ളൂ. അവർക്കൊക്കെ ഉണ്ടെങ്കിലും തെറ്റില്ലാത്ത രീതിയിലൊക്കെ ഒരു വിധമൊക്കെ. അങ്ങ് തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത്. പക്ഷേ ഇത് സെറ്റ് എറണാകുളത്തായിരുന്നു. അപ്പൊ എങ്ങനെ അവധി? അതെ, തിരുവനന്തപുരം. പിന്നെ ഇവിടുന്ന് അവിടെ നിന്ന് വിളിക്കും, നാളെ ഷൂട്ടുണ്ട്, ഇന്ന് രാത്രി കയറിക്കോളാൻ പറയും. രാത്രി ബസ് കയറി അവിടെ ചെന്ന് ഇറങ്ങും. റൂം ബുക്ക് ചെയ്തിട്ട് റൂമിൽ കിടക്കും. പിറ്റേന്ന് രാവിലെ കുളിച്ച് ഷൂട്ടിന് കയറും. കയറുമ്പോൾ പോകുമ്പോഴത്തേക്കും 5-6 ദിവസം കാണും. 5-6 ദിവസം അവിടെ നിൽക്കും. അപ്പൊ 5-6 ദിവസം ഇവിടുന്ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാം. ഔദ്യോഗികമായിട്ടും പറഞ്ഞ് സെക്രട്ടറിയുടെ അവരൊക്കെ ഇതിലെ സഹകരിക്കുന്നവരാണ്. സെക്രട്ടറിയിലൊക്കെ അവർ അങ്ങനെ പോകും. എങ്കിലും അപ്പൊ എനിക്ക് വരും ഒരാളെ ഞാൻ ഇവിടെ എന്തെങ്കിലും വന്ന ചെയ്യാൻ വേണ്ടി. എങ്കിലും വളരെ ജനകീയമായി നിന്ന് സ്വാഭാവിക നടനം കൊണ്ട് ജനങ്ങളുടെ പ്രശംസ പിടിച്ചു പറ്റിയതാണ് അങ്ങ്. തീർച്ചയായിട്ടും അതിൽ എല്ലാ കഥാപാത്രങ്ങളും അങ്ങനെയാണ്. പക്ഷെ അങ്ങ് കുറച്ചുകൂടെ വ്യത്യസ്തനായി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ കൂടുതൽ നമ്മുടെ നാട്ടുകാരുടെ ഇടയിൽ കാണുന്ന ഒരു സാധാരണ മനുഷ്യനായിട്ട്. അപ്പോൾ ഇനി ഒരു ക്യാരക്ടർ ചെയ്യണമെങ്കിൽ, അതായത് സിനിമയിലോ കൂടുതൽ മേഖലയിലേക്ക് പോകണമെങ്കിൽ എത്തരത്തിലുള്ള ഒരു കഥാപാത്രം കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്? എനിക്ക് കാരണം സീരിയസ് ആണെങ്കിലും ഏതായാലും ഞാൻ ചെയ്യും. വന്നു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഞാൻ ചെയ്യും. ഏത് കഥാപാത്രം തന്നാലും ഞാൻ ചെയ്യും. അല്ല, അങ്ങേക്ക് ഒരു ടൈപ്ഡ് കഥാപാത്രം അങ്ങനെ ഈ ടൈപ്പായിട്ട് എന്നാൽ നമ്മൾ ടൈപ്പായിട്ട് അങ്ങ് പോകും. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കോമഡിയാണ്. കോമഡി ചെയ്യാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. നിങ്ങളുടെ സുഹൃത്ത് സദസ്സുകളുണ്ടല്ലോ സാധാരണ വീട്, നമ്മുടെ കവലകളിലും വീട്ടിൻ്റെ അടുത്തൊക്കെ ഉള്ള, അതിലൊക്കെ അങ്ങനെ വളരെ സജീവമായിട്ട് തമാശ പറയുന്ന കൂട്ടത്തിലാണ്. അങ്ങനെ തമാശ പറയുന്നില്ല. വാസ്തവം പറഞ്ഞാൽ അങ്ങനെയുള്ള കമ്പനിയിൽ ചെന്ന് ഇരിക്കുക പോലും ഇല്ല. ഇരിക്കുക പോലും ഇല്ല. കാണുമ്പോൾ അങ്ങനെ കൈ കാണിക്കാൻ പോകും. പിന്നെ എങ്ങനെയാണ് ഈ തമാശ എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുന്നത്? കൊച്ചുനാളിൽ ഞാൻ പറഞ്ഞില്ലേ, നാടകങ്ങളിൽ പോയില്ല അങ്ങനെ തമാശ. അന്നൊക്കെ പക്ക തമാശയായിരുന്നു. തമാശ അടിച്ചടിച്ച് പിന്നെ വന്നപ്പോൾ പിന്നെ ഞാൻ സംസാരിക്കുന്നത് തന്നെ നാച്ചുറൽ സംസാരിക്കുന്ന തമാശയുടെ പോകും. മനസ്സിലായില്ലേ? പിന്നെ തിരുവനന്തപുരം ഭാഷ എന്തടേ ബാ ഇവിടെ പോണ നീ എന്നുള്ള ആ ഒരു തനി തിരുവനന്തപുരം ഭാഷ അങ്ങ് വരും ഓട്ടോമാറ്റിക്കായിട്ട്. ഈ തിരുവനന്തപുരം ഭാഷയെ മറ്റേ വടക്കുന്ന് വരുന്ന കുട്ടികളുണ്ട് 2-3 പേര്, അവരൊക്കെ കളിയാക്കുണ്ടാവും. നീലു അങ്ങനെയുള്ള കുറച്ച് പേരൊക്കെ അല്ല തമാശ കളിയാക്കാറുണ്ട് കുട്ടികൾ. ഐ മീൻ പിന്നെ കേശുവൊക്കെ അവരൊക്കെ കളിയാക്കാറുണ്ട്. അവർക്ക് ചിരിക്കും. അപ്പൂപ്പൻ്റെ കാര്യം. അപ്പൊ പിന്നെ അതിന് വിളിക്കുന്ന അപ്പൂപ്പയ്ക്ക് അപ്പൂപ്പായി, അച്ഛയ്ക്ക് അച്ഛൻ, അമ്മയ്ക്ക് അമ്മ, ചേട്ടയ്ക്ക് ചേട്ടൻ. അതിലുള്ള കഥാപാത്രം ഏതാണോ നമ്മൾ ചെയ്യുന്നത് അതേ പിള്ളേരും വിളിക്കും. അങ്ങനെയാണ്. ബാലുവിനെ വിളിക്കുന്ന അച്ഛനാണ്, നീലിനെ വിളിക്കുന്ന അമ്മ എന്നാണ്, എന്നെ വിളിക്കുന്ന അപ്പൂപ്പ എന്നാണ്, ശങ്കര അപ്പൂപ്പ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ കുട്ടൻ പിള്ളേ പുറത്ത് വെച്ച് കാണുമ്പോഴും അങ്ങനെ തന്നെ. പുറത്ത് വെച്ച് കാണുമ്പോൾ അങ്ങനെ മോനെ കൂടെ വിളിച്ചത് നഗര പോവാ എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടികളെയൊക്കെ വിളിക്കുന്നത് എന്താണ് വിളിക്കുന്നത്? അതെ, മക്കളെ എല്ലാവരും കഴിച്ചു മക്കളെ എന്നുള്ള രീതിയിലാണ് പോകും. ശിവാനി പേര് പറഞ്ഞു തന്നെ. പിന്നെ മുടിയാന്ന് തന്നെ വിളിക്കും. അതിന് നാണക്കേട് അവിടെ ഇവിടെ വാടാ എന്ന് പറഞ്ഞ് അതിലൊന്നുമില്ല നാണക്കേട്. ഇവരൊക്കെ ആയിട്ട് ഇപ്പോഴും ബന്ധത്തിലാണ്? എങ്ങനെ എപ്പോഴും നമ്മൾ ഫോണിൽ കൂടെ വല്ലപ്പോഴും ഫോണിൽ കൂടെ സംസാരിക്കും. മുടിയനെ കിട്ടാറില്ല. കല്യാണം കഴിഞ്ഞ ശേഷം മുടിയും അതിനുശേഷം ബിഗ് ബോസിലൊക്കെ വന്ന് വളരെ ഒരു സെറ്റിലായി. അതുപോലെ മറ്റൊരു അളിയൻ എന്ന് പറയുന്ന സീരിയലിൽ അങ്ങ് 1-2 റോളുകളിൽ വന്നു. അത് രാജേഷ് തലച്ചിറ, അത് സാറവിടെ ഡയറക്ടർ വന്നിട്ടുണ്ടോ. എന്നെ വിളിച്ച് ഇതെങ്ങനെ ഗസ്റ്റായിട്ട് ഒന്ന് വരാമോ? ഗസ്റ്റെങ്കിൽ ഗസ്റ്റ് അങ്ങനെയൊന്നുമില്ല. അതൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കി. എങ്ങനെയാണ് അത്? നല്ല നല്ല റോള്, ചെറിയ വേഷങ്ങൾ എനിക്ക് തരും. അങ്ങനെ ഞാൻ പിന്നെ അവിടെയും തിരക്കാണ്, അഭിനയിക്കാൻ മുട്ടിക്കുന്ന ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പം ഇനി എന്താണ് അങ്ങേക്ക് ഈ മേഖലയിൽ നിന്ന് ഉണ്ടാക്കി അല്ലെങ്കിൽ നേടാനുള്ളത് നേടി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ജനകീയമായ ഒരു പരിവേഷം അങ്ങേക്ക് കിട്ടി, മാത്രമല്ല ജനങ്ങൾ സ്വീകരിച്ചു, സംതൃപ്തിയിലാണ്. ഇനി എന്തൊക്കെയാണ് ചെയ്യണമെന്നാണ് ആഗ്രഹം? ഇനി ഒന്നും ചെയ്യണ്ട, എനിക്ക് ഇനിയും അഭിനയിക്കണം.
അഭിനയിക്കണം, അതിൽ മരിക്കുന്നവരെ എനിക്ക് അഭിനയിക്കാൻ എന്നുള്ളൊരു താല്പര്യമുള്ളൂ. കാരണം ജനം നമ്മൾ അഭിനയിക്കാൻ കഴിവുള്ളവനാണ് എന്ന് മനസ്സിലാക്കണം. 1, 2 കരയെങ്കിൽ കരച്ചില്ല, സെൻറ്റിക്ക് സെൻറ്റി, ഏത് രീതിയിലും ചെയ്യാൻ തയ്യാറാണ്. തീർച്ചയായും സിനിമയും അതോടൊപ്പം തന്നെ സീരിയൽ എന്ന വിശാലമായ ലോകമാണ്. അവിടെ ഇത്തരം ചില കഥാപാത്രങ്ങൾ സ്വതന്ത്രരായി ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്ന ചില കഥാപാത്രങ്ങളും ജീവിതത്തിലെ കഥാപാത്രങ്ങളും നമ്മുടെ ഇടയിലുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ അഭിമുഖം. നമസ്കാരം.